ഏതാണ് ജോമി തോമസ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായിട്ടുള്ളത്? താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. ചൗക്കീദാർ ചോർഹെ എന്ന് പറഞ്ഞു. അവസാനം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു ചൗക്കീദാർ നാനല്ല, മോൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് പറയാൻ പോകുന്നില്ല. അതോ ജയറാം രമേശ് എന്ന് പറഞ്ഞൊരു പമ്പര വിട്ടിരിപ്പുണ്ട്, അയാളുടെ വാദമാണോ? മല്ലികാർജുന ഖാർഗെയുടെ ആണോ? അതോ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി സോണിയ മദാമയുടെയാണോ? അതോ പെങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയാണോ? അതോ പ്രിയങ്കയുടെ കെട്ടിയൻ വാദ്രയുടെയാണോ? ഒരു തെളിവും രാഹുൽ ഗാന്ധിയിലില്ല. ഒരു തമിഴൻ പറഞ്ഞതുപോലെ നനച്ചാൽ പുലിയെ പിടിக்கிறേൻ, പക്ഷെ ഉശുറ് പോനാലും നനയ്ക്ക മാട്ടേ എന്ന് പറയുന്ന പോലെ ഉള്ളത്. നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ 3 ഇലക്ഷൻ കമ്മീഷണർമാർ വന്നാണോ നിങ്ങളെ ചേർത്തിട്ടുള്ളത്? വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നവരാണോ ജോമി തോമസേ? അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതല്ലേ? എൻ്റെ പൊന്ന് ജോമി തോമസേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇരുട്ട് വരുത്തിയിരിക്കുന്നത് ഈ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി രാജ്യത്തിന് ശാപമാണ്. ഞാൻ ഈ വാർത്ത സമർപ്പിക്കുന്നത് ശ്രേയാംസ് കുമാറിനും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യത്തിലുള്ള മാതൃഭൂമി ദിനപത്രത്തിനുമാണ്. 2025 നവംബർ 13 മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നത്. വാർത്ത ഇതാണ്: RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വിജയസാധ്യത ഉണ്ടെങ്കിലും ജയം എളുപ്പമല്ലെന്നാണ് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ പ്രവചനം. NDA ഭൂരിപക്ഷം നേടുമെങ്കിലും RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചു. ബോക്സിൽ വന്ന വലിയൊരു വാർത്തയാണ്. 67 മുതൽ 76 വരെ സീറ്റ് നേടി RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വാർത്തയെ കൊടുത്തിരിക്കുന്നത്. അത് ശ്രേയാംസ് കുമാറിൻ്റെ ആഗ്രഹമാണോ അതോ അവരുറപ്പിച്ച് നടത്തിയ പ്രവചനമാണോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. എന്തായാലും ശരി, പ്രതിപക്ഷ മഹാസഖ്യത്തിന് മുൻതൂക്കം പ്രവചിച്ച് ജേണോ മിറർ 243 അംഗ നിയമസഭയിൽ മഹാസഖ്യം 130 മുതൽ 140 വരെ സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇത് നവംബർ 13 മാതൃഭൂമി പത്രത്തിലാണ്. ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ കൃത്യമായി റിസൾട്ട് അറിയാം. പക്ഷേ ഒരു പത്രാധിപർ എവിടെയോ കിട്ടിയ ഒരു വാർത്ത അതിൻ്റെ ഒരു പ്രാധാന്യം തിരിച്ചറിയാതെ, തിരഞ്ഞെടുപ്പ് ഫലം പോലും കാത്തിരിക്കാതെ ബോക്സിൽ കൊടുത്ത് വായനക്കാരൻ്റെ ബുദ്ധി പരീക്ഷിക്കുന്നതാണ് കാണുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമി പത്രം എടുക്കുമ്പോൾ ദുഃഖം തോന്നും. KP കേശവമേനോനും കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടും BP നായരും അതുപോലെയൊക്കെയുള്ള കേളപ്പനും എത്ര പ്രഗത്ഭമതികളായ ആളുകളിരുന്ന കസേരകളിലാണ് ഇന്ന് ചില അല്പന്മാർ കയറിയിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ദുഃഖം തോന്നും. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ തകർച്ച തുടങ്ങാൻ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങിയത് MP വീരേന്ദ്രകുമാർ ഭൂരിപക്ഷം ഷെയറുകളും കൈവശപ്പെടുത്തിയതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യ പ്രചാരണ സ്ഥാപനമായി മാതൃഭൂമിയെ മാറ്റി. മാതൃഭൂമി വാർത്തയിലെ വീരേന്ദ്രകുമാറിൻ്റെ പ്രസ്താവനകൾ, എഡിറ്റോറിയൽ പേജിൽ വീരേന്ദ്രകുമാറിൻ്റെ ലേഖനങ്ങൾ, അങ്ങനെ വീരേന്ദ്രകുമാറിനെ കൊണ്ട് ആ പത്രം അങ്ങ് നിറയ്ക്കുകയാണ് ചെയ്തത്. വല്ലാത്തൊരു തുലിക്കെട്ടിയായിരുന്നത്. കാരണം ഒരു പത്രാധിപരും ചെയ്യുന്ന കാര്യമല്ല വീരേന്ദ്രകുമാർ ചെയ്തത്. പത്രത്തിനെ തൻ്റെ പ്രചരണ ഉപാധിയാക്കി മാറ്റിയ ഒരു പത്രാധിപര് ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു പത്രത്തിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും വീരേന്ദ്രകുമാറിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേയാംസ് കുമാറിലേക്ക് അധികാരമെത്തി. ശ്രേയാംസ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഒരു പ്രചരണ ഉപാധിയാക്കിയിട്ടാണ് മാതൃഭൂമിയെ മാറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇപ്പോൾ RJD ആണ്. അദ്ദേഹം മാന്ത്രിക്കുന്നു എങ്ങാണ്ട് പറഞ്ഞ ഒരു പാർട്ടി. ആ പാർട്ടിയുടെ കൊച്ചു കൊച്ചു മീറ്റിങ്ങുകൾ, ഒരിക്കലും മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളെ കാണത്തില്ല, സ്റ്റേജിൽ നിറഞ്ഞിരിക്കുന്ന ആളുകളെ മാത്രമേ കാണിക്കത്തുള്ളൂ. ഒരിക്കലും മീറ്റിങ്ങിൽ പങ്കെടുത്ത ആളുകളെ ആരും ആ മാതൃഭൂമി പത്രത്തിൽ പടം അച്ചടിച്ച് വന്നിട്ടില്ല. ഡോക്ടർ ജോർജ് വർഗീസിനെ പോലുള്ള നല്ല ആളുകളെ പാർട്ടിയിലുണ്ട്. അവർക്കൊക്കെ എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അതാണ് ശ്രേയാംസ് കുമാറിൻ്റെ ഒരു നിലപാട്. ഇപ്പോഴേ RJDയുടെ കൂടാണ്. ചില വാൾപോസ്റ്ററുകളൊക്കെ കൊല്ലം പട്ടണത്തിൽ ഞാൻ കണ്ടു. കാലിത്തീറ്റ കള്ളന് ലാലു പ്രസാദ്, അതുപോലെ തന്നെ ഒരു റാന്തൽ വിളക്കും ശ്രേയാംസ് കുമാറും എല്ലാം കൂടി ഇരിക്കുന്ന ഒരു പടമുള്ള കുറേ വാൾപോസ്റ്ററുകൾ ഇറക്കിയിട്ടുണ്ട്. അത് ശ്രേയാംസ് കുമാറിന് ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാം. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇല്ലാത്ത പ്രാധാന്യം വായനക്കാരൻ്റെ തലയിൽ അടിച്ചു കയറ്റി
ഇങ്ങനൊരു വലിയ പാർട്ടി കേരളത്തിലുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തോടാണ് എനിക്ക് പ്രതിഷേധമുള്ളത്. എന്തായാലും ശരി, ശ്രേയാംസ് കുമാറിൻ്റെ ആ സ്വപ്നത്തിന് 48 മണിക്കൂർ നേരത്തെ ആയുസ് പോലും ഉണ്ടായിരുന്നില്ല. ഫലം വന്നു കഴിഞ്ഞല്ലോ. ആ ഫലം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. മഹാഗഡ്ബന്ധൻ ഇവിടെ നിൽക്കുന്നു, RJD ഇവിടെ നിൽക്കുന്നു, നികേഷ് കുമാർ ഇവിടെ നിൽക്കുന്നു, BJP ഇവിടെ നിൽക്കുന്നു, ഒക്കെ എല്ലാം ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ആ വിവരത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി മറ്റൊരു വാർത്ത എനിക്ക് പറയാനുള്ളത് അത് മനോരമയെക്കുറിച്ചാണ്. മനോരമ പത്രം അവർ ഈ ദിവസം തന്നെ കൊടുത്ത ഒരു വാർത്തയുണ്ട്. ഇരുട്ടിൽ തുടരുന്നതിൽ എന്തു കാര്യം? അതെഴുതിയിരിക്കുന്നത് ജോമി തോമസാണ്. മനോരമ പത്രാധിപർ എന്താണോ മനസ്സിൽ കാണുന്നത് അത് വളരെ മനോഹരമായ ഭാഷയിൽ നമ്മുടെ ജോമി തോമസ് എഴുതിയിട്ടുണ്ട്. ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹൈഡ്രജൻ ബോംബ് വരുന്നുവെന്നാണ് രാഹുൽ ഗാന്ധി പാറ്റ്നയിൽ വോട്ട് അധികാർ യാത്രയിൽ നൽകിയ മുന്നറിയിപ്പ്. അത് വീണാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുഖം പുറത്തു കാണിക്കാൻ പറ്റില്ലെന്ന് ഉറപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് വീണല്ലോ. എന്തു പറ്റി മാമച്ചായ? പിന്നെ നരേന്ദ്രമോദിയുടെ മുഖത്തിന് വല്ല കുഴവും പറ്റിയോ? രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയുണ്ട്? 5-6 സീറ്റ് കിട്ടിയിട്ടുണ്ട്. എവിടെയാണ് പുള്ളിക്കാരെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനിയും അങ്ങ് ഇവിടോട്ട് പോകുമായിരിക്കും. കൊളംബിയയിൽ പോയി വരാണക്കാരുടെ അടുത്തോട്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും പോകുമെന്നാണ് കേൾക്കുന്നത്. ഇനി അടുത്തത് അതാണ് ജോമി തോമസ്. പ്രായം എന്തുകൊണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ജോമിക്കുട്ടൻ്റെ വെളിപ്പെടുത്തലുകൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജോമിക്കുട്ടൻ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തോടുണ്ടാവേണ്ട ബഹുമാനം, രാഷ്ട്രീയത്തിൽ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സംശുദ്ധി, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം എന്നിവയെക്കുറിച്ച് പുസ്തകങ്ങളിലുള്ള സിദ്ധാന്തങ്ങൾ പ്രകാരമാണ് അളക്കുന്നതെങ്കിൽ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണ്. എൻ്റെ പൊന്നു ജോമിക്കുട്ട, ജനാധിപത്യ സംവിധാനത്തോടെ വേണ്ട ബഹുമാനം കോൺഗ്രസിനുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടിയായിരുന്നല്ലോ ആ കോൺഗ്രസ്. അത് കാണിച്ചു. അടിയന്തരാവസ്ഥ ജനാധിപത്യ സംവിധാനത്തോടുള്ള ബഹുമാനമായിരുന്നു ജോമിക്കുട്ട. ഇനി 2, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സംശുദ്ധി. 2004 മുതൽ 2014 വരെ ഒരു പാവം മനുഷ്യനെ കസേരയിലിരുത്തി മഹാത്മാഗാന്ധി നടത്തിയ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാണിക്കേണ്ട സംശുദ്ധി കാണിച്ചിട്ടുണ്ടോ? ജോമിക്കുട്ടനെന്ന് ആലോചിക്കണം. ശ്രീലങ്കൻ പ്രധാനമന്ത്രി ഇന്ത്യ വിസിറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുന്ന കസേരയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ട് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ച സോണിയാഗാന്ധിയെ നമ്മൾ കണ്ടതാണ്. സോണിയാഗാന്ധിയുടെ പിന്നിൽ നടക്കാനല്ലാതെ മുന്നിൽ നടക്കാൻ ആ പാവം മൻമോഹൻ സിംഗിനെ അനുവദിച്ചിട്ടുണ്ടോ? മാന്യനായ ഒരു ധനകാര്യ വിദഗ്ധൻ എന്ന പേരിൽ ലോകം അറിയപ്പെടേണ്ട മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന പ്രതിഭാശാലിയായ ധനകാര്യ വിദഗ്ധനെ ഈ മദാമ്മയുടെ പെട്ടിയെടുപ്പുകാരനാക്കിയ സ്ത്രീ മാറ്റിയില്ലേ? ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പാലിക്കേണ്ട സംശുദ്ധിയാണെന്നോ? രാജ്യത്തെ പ്രധാനമന്ത്രിയെ ഒതുക്കി നിർത്തി രാജ്യത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു വനിതയായിട്ട് സോണിയാഗാന്ധി ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തെങ്കിലും സംശുദ്ധി കാണിച്ചോ? എത്രമാത്രം അഴിമതി നടന്നൊരു കാലഘട്ടമുണ്ടോ? അവസാനം സുപ്രീം കോടതി ചോദിച്ചില്ലേ, 0.0 ഇവിടെ ചെല്ലുമെന്ന്. കോൾ അഴിമതി, 2G സ്പെക്ട്രം അഴിമതി. എന്തിനാ അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ വെളുക്കന്തരം അഴിമതി കാര്യം പറയാനുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം തുടങ്ങിയവയെക്കുറിച്ചുള്ള പുസ്തകങ്ങളിലുള്ള സിദ്ധാന്തപ്രകാരമാണ് അളക്കുന്നതെങ്കിൽ അതീവ ഗുരുതരമായ ആരോപണമാണ് രാഹുൽജി ഉന്നയിച്ചിരിക്കുന്നത്. ജോമിക്കുട്ട, ഈ ആരോപണമായിട്ട് രാഹുൽജിക്ക് അങ്ങ് കോടതിയിലോട്ട് പോയാൽ പോരെ? ഈ ആരോപണം ഉന്നയിച്ചപ്പോഴേ പത്രക്കാർ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കോടതിയിലോട്ട് പോകാത്ത? കോടതിയിലൊന്നും ഞാൻ പോകത്തില്ല, എനിക്ക് പ്രസംഗിക്കുകയുള്ളൂ പണി. കോടതി പോകേണ്ടതൊക്കെ വേറെ ആളുകളുടെ ജോലി, അതൊന്നും ഞാൻ ചെയ്യുകയില്ല. കോടതി പോകുന്ന ബുദ്ധിമുട്ടാണ്, കോടതി ചെന്നാൽ അത് തെളിയിക്കണം. അപ്പോൾ അതാണ് അവിടെ വേറൊരു കാര്യം. ഇനി മറ്റൊന്ന്, ഇനിയുമേറെ തെളിവുകൾ കൊണ്ടുവന്നാലും ആരും കുലുങ്ങില്ല. അപ്പോൾ രാഹുൽ എന്ത് ചെയ്യും? കഷ്ടം എൻ്റെ ജോമിക്കുട്ട, രാഹുൽ എന്ത് ചെയ്യും? രാഹുലിൻ്റെ ഒരുപാട് ബോംബിരിപ്പുണ്ട്. ഹൈഡ്രജൻ ബോംബുണ്ട്, ന്യൂട്രോൺ ബോംബ്, ഇനിയും കണ്ടുപിടിക്കാത്ത എന്തെങ്കിലുമൊക്കെ ബോംബുണ്ടെങ്കിൽ ആ ബോംബ്, എന്തൊക്കെ ബോംബുകളുണ്ട്. പക്ഷേ ഇനിയുമേറെ തെളിവുകൾ കൊണ്ടുവന്നാലും ആരും കുലുങ്ങില്ല. അപ്പോൾ രാഹുൽ എന്ത് ചെയ്യും? കഷ്ടമാണ് ഒരു എന്ത് ചെയ്യണം? ശുദ്ധനായ മനുഷ്യൻ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും കഷ്ടമായി പോയില്ലേ ബീഹാറിൽ? എന്ത് ചെയ്യും രാഹുൽ? ബീഹാറിലെ ജനങ്ങൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ, ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ, ഇന്ന് ബീഹാറിൽ പ്രവർത്തിച്ചു, നാളെ കേരളത്തിൽ, അത് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ, പിന്നെ ബംഗാളിൽ, ഇങ്ങനെയൊക്കെ എല്ലാ ജനങ്ങളും കൂടെ
ഈ രാഹുൽജിയെ തള്ളിക്കളയാൻ തുടങ്ങി രാഹുൽജി എന്ത് ചെയ്യും ജോമിക്കുട്ട? ജോമിക്കുട്ടന് ഇഷ്ടമുള്ള എഴുതിക്കോ, നന്നായിരിക്കുന്നു. എന്തായാലും ആ കാര്യം എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇനി തീരുന്നില്ല. വോട്ട് എന്നത് 5 വർഷത്തിലൊരിക്കൽ ബട്ടൺ അമരുന്നിടത്ത് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതല്ലെന്ന തിരിച്ചറിവുണ്ടാക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. ഗംഭീരമായിരിക്കുന്നു. ജോമിക്കുട്ടൻ നല്ല മലയാളം നല്ല പിടിയാണ്. സത്യം പറയാൻ ജോമിക്കുട്ടനെ കണ്ടാൽ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ട്. എന്തെങ്കിലും ജീവിതത്തിൽ കണ്ടാൽ ഇതുപോലെ പത്രക്കാരനെ ഞാൻ കണ്ടിട്ടില്ല. ഗംഭീരമായിരിക്കുന്നു ജോമി തോമസ് നന്നായിരിക്കുന്നു. അവിടെ 5 വർഷത്തിലൊരിക്കൽ ബട്ടൺ അവരുന്നിടത്ത് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതെല്ലാം തിരിച്ചറിവ് നമ്മളിലുണ്ടാക്കാൻ പോവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ആരുടെ അടുത്താണ് ഇതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്? രാഹുൽ ഗാന്ധിയേക്കാൾ ഐക്യമുണ്ട് ഇന്ത്യയിലെ ശരാശരി ജനത്തിന്. അവിടെയാണ് രാഹുൽ ഗാന്ധി ഇത് കൊണ്ടുവരുന്നത്. എന്തായാലും ശരി, ജോമി തോമസ് ഇതൊന്ന് തിരിച്ചറിയണം. 5 വർഷത്തിലൊരിക്കൽ ബട്ടൺ അവരുന്നിടത്ത് തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്നതല്ലെന്ന് തിരിച്ചറിവുണ്ടായതിൻ്റെ ഫലമാണ് ജോമിക്കുട്ട നരേന്ദ്രമോദി 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ചതും 2019 ജയിച്ചതും 2024 ജയിച്ചതും. ആ തിരിച്ചറിവ് നരേന്ദ്രമോദിക്ക് ഉള്ളതുകൊണ്ടാണ്. അതാണ് ജോമി തോമസ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാതെ ചുമ്മാതെ മാമച്ചൻ പറയുന്ന അനുസരിച്ച് എഴുതി കൊടുത്താൽ എവിടെ ചെന്ന് നിൽക്കും കാര്യങ്ങൾ? പാവം, നല്ല ശമ്പളം കിട്ടുമായിരിക്കും. ഇനി അദ്ദേഹം പാറ്റ്ന പ്രസംഗത്തെക്കുറിച്ചാണ് പറയുന്നത്. പാറ്റ്ന പ്രസംഗത്തിൽ രാഹുൽ പറഞ്ഞു, വോട്ട് മോഷണം എന്നത് അവകാശങ്ങളുടെ മോഷണമാണ്. സംവരണത്തിൻ്റെയും തൊഴിലിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും യുവജനങ്ങളുടെ ഭാവിയുടെയും ജനാധിപത്യത്തിൻ്റെയും മോഷണമാണ്. അവർ നിങ്ങളുടെ വോട്ട് മാത്രമല്ല ഭൂമിയും റേഷൻ കാർഡും ഉൾപ്പെടെ എല്ലാം തട്ടിയെടുത്ത് അംബാനി അദാനിമാർക്ക് കൊടുക്കുകയാണ്. രാഹുൽ ഗാന്ധി പാറ്റ്നയെ പറഞ്ഞതാ. പാറ്റ്നയെ പോലും ജയിച്ചില്ലല്ലോ. 6 സീറ്റല്ലയോ എൻ്റെ പൊന്നു ജോമി തോമസെ കിട്ടിയത്. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? അവകാശങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകും, സംവരണം അടിച്ചുകൊണ്ട് പോകും. രാഹുൽ ഗാന്ധി ഓഫർ ഏരിയ 100% സംവരണമാണ്. സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ പിന്നോക്കക്കാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. 50% പിന്നോക്കക്കാരുള്ള ബീഹാറുകാരൻ പറഞ്ഞു, പോകുമ്പോൾ ദിനേശ് അതിൻ്റെ പണി കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞു. 2, തൊഴിലിൻ്റെയും യുവജനങ്ങളുടെയും തൊഴിലിൻ്റെയും ഭാവിയുടെ കാര്യം പറഞ്ഞു. യുവജനങ്ങളൊരു ചെറിയ കരുണ കാണിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നല്ലോ. തേജസ്വി യാദവിനെ മുന്നേ നിർത്തി. എന്തു പറ്റി? അവർ പാറ്റ്നയിലെ ജനങ്ങളെ യുവാവായ തേജസ്വി യാദവിനെ അല്ല എടുത്തത്, മറിച്ച് അഴിമതിയുടെ കറ പുരളാത്ത നിതീഷ് കുമാറിനെ എടുത്തത്. പ്രായം നോക്കിയല്ല, അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും കഴിവും പ്രതിച്ഛായയും നോക്കിയാണ് ജോമി തോമസെ തിരഞ്ഞെടുത്തത്. അത് മനസ്സിലാക്കണം. മോദി വരുമ്പോഴാൾ കൂടുന്നത് പ്രായം നോക്കിയല്ല, നരേന്ദ്രമോദി എന്ന ധീരനായ നേതാവിനെ കാണാൻ ആളുകൾ വരുന്നത്. ജോമി തോമസ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അവരുടെ റേഷൻ കാർഡ് കൊണ്ടുപോകും. ഇതെല്ലാം കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ഈ റേഷൻ കാർഡെല്ലാം കൊണ്ട് അംബാനിക്കും അദാനിക്കും കൊടുക്കും. അദാനിയും അംബാനിയും ഈ റേഷൻ കാർഡ് വാങ്ങിച്ചിട്ട് അവരുടെ റേഷൻ വാങ്ങിക്കുകയാണ് അവരുടെ പണി. ഈ വിഡ്ഢി പറയുന്ന കേട്ട് ഇതൊക്കെ ഞങ്ങൾ 9 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പത്രത്തിലെ ലേഖനമായിട്ട് എഴുതുന്ന എൻ്റെ പൊന്നു ജോമി തോമസേ, താങ്കൾക്ക് വേറെ വല്ല പണിയാണ് നല്ലത്. ഈ പത്രപ്രവർത്തനം നല്ല. താങ്കൾ എന്താ വിചാരിച്ചത്? താങ്കൾ ഈ പത്രത്തിൽ ഈ ലേഖനം എഴുതി കഴിഞ്ഞാൽ അതോടുകൂടി പിറ്റേ ദിവസം ലോകം അവസാനിക്കുമെന്നാണോ? ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം ജോമി തോമസ് കേട്ടല്ലോ. ജോമി തോമസ് മനസ്സിലാക്കണം, ഇന്ത്യൻ ജനാധിപത്യം എങ്ങോട്ടാണ് പോകുന്നത്, ഇന്ത്യൻ ജനത എങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുത്തനാണ് താങ്കളെങ്കിൽ ഈ പണി നിർത്തി വേറെ എന്തെങ്കിലും പോകണം. അവിടെ അച്ചു നിരത്താനുള്ള പണിയുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള പണിയുണ്ട്, എന്തെല്ലാം പണി മനോരമ ആഫീസിൽ കിടക്കുന്നു. അതുവല്ലം ചെയ്താൽ പോരെ. ഇങ്ങനെയുള്ള ഇത്തരം ക്രൂരകൃത്യങ്ങളൊന്നും ചെയ്യാൻ ജോമി തോമസെ പോകരുത്, കഷ്ടമാണ്. ഇനിയും വേറൊരു കാര്യം പറയുന്നുണ്ട്. പറയുന്നത് രാഹുലെങ്കിൽ സംഗതി വ്യാജം തന്നെ എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മനോഭാവമാണ്. ജോമി തോമസെ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മനോഭാവമല്ല. എൻ്റെ മനോഭാവം അങ്ങനെയാണ്, ബീഹാറിലെ ജനങ്ങളുടെ മനോഭാവമാണ്, ഇന്ത്യയിൽ ചിന്തിക്കാൻ ശരാശരി ബുദ്ധിയുള്ള ഏതൊരുത്തൻ്റെ മനോഭാവം അങ്ങനെയാണ്. ഈ കോറ കഴുത പറയുന്നത് കേട്ടുകൊണ്ട് ആളുകൾ ആരും ഇളകത്തില്ല. ജോമി തോമസിനും മാഷാനും ഒക്കെ ആരാധ്യ പുരുഷനാണ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ പട്ടാളത്തിലെ ജാതി വേണമെന്നും പട്ടാളക്കാർ 10% ആളുകളുടെ സവർണറുടെ നിയന്ത്രണത്തിലാണെന്നും പറയുന്ന ഒരു ഏപ്യനെ കുറിച്ച് എന്താ ജോമി തോമസ് ജനം പറയേണ്ടത്? വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നവനെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഇന്ത്യയിലെ സിഖുകാരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയാണ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയക്കാരനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? രാഹുൽ പറയുന്നത് സംഗതി അങ്ങ് വ്യാജമല്ലാത്ത എന്താണ് ജോമി തോമസെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്? അതിന് ഇലക്ഷൻ കമ്മീഷനെ വിട്. രാഹുൽ ഗാന്ധി സത്യസന്ധമായി നടത്തിയ ഏതെങ്കിലും പ്രസ്താവനയുണ്ടോ? ബാലയക്കോട്ടിൽ പൈൻ മരങ്ങൾക്കാണ് കയറി പറ്റിയത്, അവിടുത്തെ ഭീകരന്മാർക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ശരിയാണോ ജോമി തോമസെ? ആലോചിച്ച് നോക്ക്. രാഹുൽ ഗാന്ധി നടത്തിയ ഒരൊറ്റ പ്രസ്താവന, സത്യസന്ധമായി നടത്തിയൊരു പ്രസ്താവന താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാമോ? ചൗക്കീദാർ ചോർ ഹേ എന്ന് പറഞ്ഞു. അവസാനം നരേന്ദ്രമോദി തന്നെ പറഞ്ഞു,
ചൗക്കീദാർ നാനല്ല മോൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത് പറയാൻ പോകുന്നില്ല. ഏതാണ് ജോമി തോമസ് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായിട്ടുള്ളത്? താങ്കളൊന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും അടുത്തൊന്നും തീർന്നില്ല. മോഷണത്തിൻ്റെ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഇനി മുതിരാതിരിക്കുന്നതാണ് ഉചിതമെന്നൊരു വാദമുണ്ട്. ആരുടെ വാദമോ? കെ സി വേണുഗോപാലിൻ്റെ വാദമാണോ? അതോ ജയറാം രമേശ് എന്ന് പറഞ്ഞൊരു പമ്പര വിട്ടിരിപ്പുണ്ട്, അയാളുടെ വാദമാണോ? അതോ പിന്നെ കീഴും കിഴക്കും അറിയാത്ത മല്ലികാർജുന ഖാർഗെയുടെ ആണോ? അതോ അദ്ദേഹത്തിൻ്റെ അമ്മച്ചി സോണിയ മദാമയുടെയാണോ? അതോ പെങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെയാണോ? അതോ പ്രിയങ്കയുടെ കെട്ടിയൻ വാദ്രയുടെയാണോ? ആർക്കാണ് ജോമി തോമസ് അങ്ങനെ അഭിപ്രായമുള്ളത് ഈ തെളിവുകൾ ഹാജരാക്കണ്ടെന്ന്? ഇത് കൊണ്ട് പാണ്ടിക്കാരൻ പറഞ്ഞ പോലല്ലേ ഉള്ളൂ. ഒരു തെളിവും രാഹുൽ ഗാന്ധിയുടെ ഇല്ല. ഒരു തമിഴൻ പറഞ്ഞതുപോലെ നനച്ചാൽ പുലിയെ പിടിக்கிறേൻ, പക്ഷെ ഉശുറ് പോനാലും നനയ്ക്ക മാട്ടേ എന്ന് പറയുന്ന പോലെ ഉള്ളത്. തെളിവ് ഇനി ഒരുപാട് ഇരിപ്പുണ്ട്, പക്ഷേ ജീവൻ പോയാലും തെളിവ് കൊണ്ടുവരത്തില്ല. തെളിവ് കൊണ്ടുവരൂ, കോടതിയിലേക്ക് പോകൂ, കോടതിയിൽ അത് തെളിയിക്കൂ, ഇലക്ഷൻ അസാധുവാക്കൂ. അങ്ങനെ എത്രയോ ഇലക്ഷൻ അസാധുവാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ കേരളത്തിൽ നടക്കുന്ന വോട്ട് BLOമാർ നടത്തുന്ന എന്യൂമറേഷനെ കുറിച്ച് ഇവിടെ തന്നെ പരാതിയുണ്ട്. അതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യാനൊക്കും? ജോമി തോമസ് പെടുത്തുകാരനില്ലേ? നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഈ 3 ഇലക്ഷൻ കമ്മീഷണർമാർ വന്നാണോ നിങ്ങളെ ചേർത്തിട്ടുള്ളത്? വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്നവരാണോ ജോമി തോമസ്? അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നതല്ലേ? താങ്കളൊരു സാമാന്യ ബോധമുള്ള ഒരാളാണെങ്കിൽ ഇത്തരം ഒരു വിട്ടിത്തം നിറഞ്ഞൊരു ആർട്ടിക്കിൾ എഴുതും. എന്താ താങ്കൾ വിചാരിച്ചിരിക്കുന്നത്? ഇതിനെ വരിക്കാന്നോ കാശ്, അതോ ദിവസക്കൂലിക്കാന്നോ മാസശമ്പളത്തിനാന്നോ താങ്കൾ ജോലി ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, ഇത് കഷ്ടം പിടിച്ചൊരു മാധ്യമ പ്രവർത്തനമാണ്. താങ്കൾക്ക് എന്തായാലും ഈ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത്. ജോമി തോമസിൻ്റെ ഒരുപാട് രാഷ്ട്രീയ വിശകലനം ഞാൻ വായിച്ചിട്ടുണ്ട്. താങ്കൾക്കൊരു ശരാശരി ബുദ്ധിയുള്ള ഒരുത്തനായിട്ട് സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വേറെ എന്തെല്ലാം നല്ല പണിയുണ്ട്. ചുമ്മാ എന്തിനാ 9 രൂപ കൊടുത്ത് ഞങ്ങൾ വാങ്ങിക്കുന്ന പത്രത്തിൽ ഇത്രയും സ്ഥലം വേസ്റ്റ് ചെയ്യുന്നത്? ഇനിയും അവസാനം കൊണ്ട് ജോമി തോമസ് നിർത്തിയിരിക്കുക. ഇരുട്ടിനെ വിശകലനം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രകാശം കണ്ടെത്താനാവില്ലെന്ന് പറയാറുണ്ട്. ആര് പറഞ്ഞു ജോമി തോമസ് ഇങ്ങനെയൊക്കെ? ആരാ ജോമി തോമസിനോട് പറഞ്ഞ? മധുക്കുട്ടി ചായനാന്ന് പറഞ്ഞത്? അതോ മാമച്ചായനാന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? എൻ്റെ പൊന്ന് ജോമി തോമസേ, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇരുട്ട് വരുത്തിയിരിക്കുന്നത് ഈ നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി രാജ്യത്തിന് ശാപമാണ്. അയാൾ പറയുന്നത് മുഴുവൻ ഈ രാജ്യത്തെ തകർക്കുന്ന കാര്യമാണ്. താങ്കൾക്കറിയാമോ, ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങിൽ നിന്നും അദ്ദേഹം രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി പണം സംഭാവന വാങ്ങിച്ചവനാണ്. അന്തസ്സുള്ളം ചെയ്യുമോ? ശത്രു രാജ്യത്തെ നേതാവിൻ്റെ നിന്ന് സംഭാവന വാങ്ങിക്കുമോ? ആലോചിച്ച് നോക്ക്. ജോമി തോമസിന് തൊട്ടടുത്ത വീട്ടിൽ ശത്രു ഉണ്ടെങ്കിൽ, തൊട്ടടുത്തൊരു സ്ഥലത്തൊരു ശത്രു ഉണ്ടെങ്കിൽ അവൻ്റെ ഇന്ന് പോയി സംഭാവന വാങ്ങിക്കുമോ ജോമി തോമസെ? താങ്കൾ ആലോചിച്ച് നോക്ക്. സക്കീർ നായിക്കിൻ്റെ ഇന്ന് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന സക്കീർ നായിക്കിൻ്റെ നിന്ന് പണം വാങ്ങിച്ചവനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയാണോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇരുട്ട് പരത്തുന്ന ഈ ഒരു മനുഷ്യനല്ലാതെ വേറെ ഒരു മനുഷ്യനും അങ്ങനെയില്ല. എത്രയോ മാന്യന്മാരാണ് രാഹുൽ ഗാന്ധി ഒഴിച്ചുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. രാഹുൽ ഗാന്ധിയെപ്പോലെ ആധമനായ ഒരു കോൺഗ്രസ് നേതാവ് ഇന്ത്യൻ പാർലമെൻറ്റിലുണ്ട്. താങ്കൾ പറയൂ, ഇരുട്ട് വരുന്നത് രാഹുൽ ഗാന്ധിയല്ലേ? ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിയല്ലേ? അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പണം കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നത് രാഹുൽ ഗാന്ധിയല്ലേ? താങ്കൾ എന്നിട്ട് ഞങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണോ ഇരുട്ട് പരത്തുന്നതിനെക്കുറിച്ച്? താങ്കൾക്ക് ഈ പണി പറ്റത്തില്ല. നിങ്ങൾ വേറെ എന്തെങ്കിലും പണി നോക്കുക, അതായിരിക്കും നല്ലത്. എനിക്കിതേ ജോമി തോമസിനോട് പറയാനുള്ളൂ. ജോമി തോമസിന് പ്രൊമോഷൻ കൊടുത്ത് എവിടെയെങ്കിലും ഇരുത്തിക്കൊള്ളൂ. പക്ഷേ ജോമി തോമസിനെ കൊണ്ട് ഇതിന് പൊന്നു മാമിച്ചായ ലേഖനം എഴുതിക്കല്ലേ? ഞങ്ങൾ പണം കൊടുത്ത് വായിക്കുന്ന പത്രത്തിൽ ഇതിൻ്റെ ഇത്രയും സ്പേസ് വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ വേറെ നിങ്ങളൊരു കാര്യം ചെയ്യും, പൈസ കിട്ടിയാൽ പോരെ. പൈസ കിട്ടിയെന്ന് ചെയ്യുമല്ലോ മനോരമ. അവിടെ കല്യാൺ ജുവലറിയുടെയോ മലബാർ ഗോൾഡിൻ്റെയോ ഒക്കെ ആരുടെങ്കിലും പരസ്യം കൊടുക്കുള്ള കാശ് കൈ കിട്ടുകയില്ലേ? എന്തിനാണ് ഈ ജോമി തോമസിനെ കൊണ്ട് ഇത് എഴുതിക്കുന്നത്? നാണക്കേടാണ്, മനോരമയ്ക്ക് നാണക്കേടാണ്. അത് മനോരമ ഇത് ആലോചിക്കണം. എന്തായാലും ശരി, ആ വിഷയം ഞാനിവിടെ വിടുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്സിറ്റ് പോൾ സർവേ നടന്നു. ജോമി തോമസും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എക്സിറ്റ് പോൾ സർവേ നടന്നു. ഈ എക്സിറ്റ് പോൾ സർവേയിൽ ശ്രേയാംസ് കുമാറിൻ്റെ സ്വപ്നം അനുസരിച്ചൊന്നും നടന്നില്ലല്ലോ. ഏറ്റവും വലിയ കാര്യം, ഈ എക്സിറ്റ് പോളിൽ ഒരു ടീം നടത്തിയ പോൾ ഒഴിച്ച് ഒരൊറ്റ എക്സിറ്റ് പോളിലും NDA 200 കവിയും എന്ന് പറഞ്ഞില്ല. അത് മാട്രിക്സ് ഉണ്ട്, ദൈനിക് ഭാസ്കർ ഉണ്ട്, പീപ്പിൾസ് പൾസ് ഉണ്ട്, പീപ്പിൾസ് ഇൻസൈറ്റ് ഉണ്ട്, ചാണക്യ ഉണ്ട്, NDTV ഉണ്ട്, ടൈംസ് ഓഫ് ഇന്ത്യ ഉണ്ട്, ഇവരെല്ലാം ഉണ്ട്. പക്ഷെ കൃത്യമായി പ്രവചിച്ചത് പ്രജാപോൾ എന്ന് പറയുന്ന ഒരു ടീമാണ്. അവർ പറഞ്ഞത് NDAക്ക് 184 തൊട്ട് 209 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്.
അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് 32 തൊട്ട് 49 വരെ സീറ്റാണ് അവർ പ്രവചിച്ചത്. ഏതാണ്ട് ആ പ്രവചനത്തിനടുത്ത് നിൽക്കുന്ന ഇലക്ഷൻ റിസൾട്ടാണ് വന്നത്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്ന സംഭവത്തിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എവിടെയോ ആരുടെയോ പൊട്ടബുദ്ധി തോന്നുന്ന കാര്യങ്ങൾ എക്സിറ്റ് പോളായിട്ട് അടിച്ചു വരികയല്ലാതെ ഇതിനകത്ത് ഒരു കാര്യമില്ല. പലപ്പോഴും എക്സിറ്റ് പോൾ പരാജയപ്പെടും. പിന്നിപ്പോഴും NDA അധികാരത്തിൽ വരുമെന്നും നിതീഷ് കുമാർ ജയിക്കുമെന്നും മോഡിക്കുള്ള അംഗീകാരം വരണമെങ്കിൽ ബീഹാറിലൊന്നും പോകണമെന്നില്ല. നാട്ടിലിരുന്നാലും ജനങ്ങളുടെ പ്രതികരണം TV കണ്ടാൽ പോലും സാമാന്യ ബുദ്ധിയുള്ള ഒരുത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമേ ഉള്ളൂ ഇതൊക്കെ. എന്തായാലും എക്സിറ്റ് പോളിൻ്റെ ആധികാരികതയോ ശാസ്ത്രീയതയോ ഒരിക്കലും തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒന്നല്ല എന്ന് മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ബീഹാറിലെ വോട്ടർമാരുടെ പ്രതികരണം അതെന്താണ് തെളിയിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് എൻ്റെ ചില അഭിപ്രായങ്ങൾ പറയാനുള്ളത്. കോൺഗ്രസ് കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന SIR-നെതിരെയുള്ള പ്രചരണം ബീഹാറിലെ ജനങ്ങൾ തള്ളി. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. അല്ലേ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിക്കില്ലല്ലോ. ഇനി 2, രാഹുൽ ഗാന്ധിയുടെ ജാതി രാഷ്ട്രീയം അവജ്ഞയോടാണ് ബീഹാറിലെ ജനങ്ങൾ കാണുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? 100% സംവരണം പിന്നോക്കക്കാർക്ക് കൊടുക്കണം, പട്ടാളത്തിൽ ജാതി സംവരണം വേണം. ഈ കഴുത പറയുന്നതൊക്കെ കേട്ടാൽ രാജ്യം അധപതനത്തിലോട്ട് പോകുന്ന സാമാന്യ ബുദ്ധിയുള്ളൊരുത്തിന് അറിയത്തില്ലേ ഇതൊക്കെ നടപ്പിലായാൽ എങ്ങനെ നടപ്പിലാക്കാൻ പറ്റും ഇന്ത്യയിൽ? അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കാവട്യക്കാരൻ്റെ പിന്നെ അധികാരത്തോടുള്ള ആർത്തിയും അയാളുടെ കാവട്യവും ഒക്കെ കൃത്യമായി ബീഹാറിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവജ്ഞയോടെ തള്ളിക്കളഞ്ഞത്. രാജീവ് ഗാന്ധിയുടെ ഒരു രാഷ്ട്രീയ ഇവിടെ അവസാനിക്കുകയാണ്. എത്രയും വേഗം ഈ രാഹുൽ ഗാന്ധിയെ വെറോണിക്കയുടെ പറഞ്ഞ് അങ്ങോട്ട് കൊളംബിയയിലോട്ട് വിളിച്ചാൽ കോൺഗ്രസ് രക്ഷപ്പെടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊളംബിയയിലേക്ക് വിളിച്ച് കോൺഗ്രസിനെ രക്ഷിക്കാൻ വെറോണിക്കയുടെ പറഞ്ഞാൽ ചിലപ്പോൾ കോൺഗ്രസ് രക്ഷപ്പെട്ടേക്കും. ആ കാര്യമാണ് KC വേണുഗോപാലും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം. അതെ, എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യമുള്ളൂ. പിന്നൊന്ന്, ബീഹാറിലെ ഓരോ ജനങ്ങൾക്കും മനസ്സിലായി ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ വിരുദ്ധനാണ്, അയാൾ അപകടകാരിയായ രാഷ്ട്രീയക്കാരനാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവനാണ്, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻ്റാണ്. ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി. രാഹുൽജി പറയുന്നത് ബാലറ്റ് പേപ്പറിലോട്ട് തിരിച്ചു വന്നങ്ങ് ജയിച്ചു പോകുന്നതാണ്. രാഹുൽജിയുടെ അമ്മൂമ്മ 1977 തോറ്റപ്പോഴേ അന്ന് ബാലറ്റ് പേപ്പറായിരുന്നു. നിരക്ഷരനായ UP-യിലെ റായ്ബറേലിയിലെ ഗ്രാമീണര് ഇന്ദിരയെ തോൽപ്പിച്ചു. അമേഠിയിൽ ഇന്ദിരയുടെ മകൻ സഞ്ജയ് ഗാന്ധിയെയും തോൽപ്പിച്ചു. അത് ബാലറ്റ് കൊണ്ട് വോട്ട് ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയണം. ബാലറ്റ് അല്ല പ്രശ്നം, ജനങ്ങളുടെ മനോഭാവമാണ് പ്രശ്നം. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആയാലും ശരി, ബാലറ്റ് ആയാലും ശരി, ആ പോളിങ്ങിൽ വരുന്ന പോൾ ചെയ്യുന്ന വോട്ടറുടെ മനോഭാവമാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. അത് മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യാനൊക്കും? എന്തായാലും ഒരു കാര്യം പറയാം, ബീഹാറിൽ എന്തുകൊണ്ട് NDA മുന്നേറി എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളേ ഉള്ളൂ. ഒന്ന്, മോദിയുടെ വികസന നയങ്ങൾ ബീഹാറിലെ ജനങ്ങൾ അംഗീകരിച്ചു. 2, നിതീഷ് കുമാറിൻ്റെ അഴിമതിരഹിത പ്രതിച്ഛായ ആദരവോടെയാണ് അവർ കാണുന്നത്. 359 ദിവസം ഇരുന്നേ ഉള്ളെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയവനാണ് ലാലു പ്രസാദ്. ആ കാലഘട്ടത്തിൽ ജംഗിൾ രാജായിരുന്നു. സ്ത്രീകളുടെ മാനത്തിനും അഭിമാനത്തിനും ഗ്രാമീണ ജനതയുടെ ജീവനും സ്വത്തിനും ഒന്നും സുരക്ഷയില്ലായിരുന്ന ഒരു ജംഗിൾ രാജ്. അതാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് ബീഹാറിലെ ജനങ്ങളെ ആ ഞെട്ടിക്കുന്ന കാലഘട്ടത്തിനെക്കുറിച്ച് ഓർപ്പിച്ചത്. 359 ദിവസം ഇരുന്ന അധമനും അഴിമതിക്കാരനുമായ ഒരു രാഷ്ട്രീയ നേതാവ് ബീഹാറിനെ കൊള്ളയടിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം തോറ്റു തുന്നം പാടി, അല്ലെ മഹാഗഡ്ബന്ധൻ ഒരു ബന്ധവുമില്ലാതെ തകർന്ന തരിപ്പണമായതിൻ്റെ കാരണം അതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ കാണേണ്ട ഒരു കാര്യം, യാദവ വോട്ട് ബാങ്കിൻ്റെ പേരിലായിരുന്നു ലാലു തൻ്റെ അഴിമതിയെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. യാദവ ബെൽറ്റിൽ ലാലു പ്രസാദിൻ്റെ സ്വാധീനം കുറയുകയാണ്. അതിന് തർക്കമൊന്നുമില്ല. ഇനിയും ഈ ലാലു പ്രസാദ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളും ബീഹാർ ഭരിക്കാമെന്ന് സ്വപ്നം കാണണ്ട. അവിടെ നാളെ ഒരു പ്രതിപക്ഷം വരും. അതൊരു പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള നല്ല മിടുമിടുക്കന്മാരായ ചെറുപ്പക്കാരുടെ ഒരു പ്രതിപക്ഷമായിരിക്കും വരുന്നത്. എന്നെങ്കിലും ഒരിക്കലും അവർ ഭരണകക്ഷിയായാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് ബീഹാർ മാറി. എന്തായാലും ഈ തിരുട്ട് ഫാമിലി, അതായത് ലാലു പ്രസാദിൻ്റെ തിരുട്ട് ഫാമിലിക്ക് ബീഹാറിൽ ഇനി അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമേ അല്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ച ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, NDAയുമായിട്ട് മുസ്ലിം സമുദായം കൂടുതൽ അടുക്കുന്നു എന്നുള്ളതാണ്.
അവർക്ക് 5 നേരം നിസ്കരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഇന്ത്യയിൽ എവിടെയാണ് തടസ്സം? 5 നേരം നിസ്കരിക്കുന്നതിന് ഏത് മുസ്ലിമിനെയാണ് സർക്കാർ തടയുന്നത്? അവർക്ക് പള്ളിയിൽ പോകുന്നതിന് തടസ്സമുണ്ടോ? ഹജ്ജ് പോകുന്നതിന് തടസ്സമുണ്ടോ? പർദ ഇടുന്നതിന് തടസ്സമുണ്ടോ? താടി വളർത്തുന്നതിനും തൊപ്പി വയ്ക്കുന്നതിനും തടസ്സമുണ്ടോ? അവർക്ക് എന്താ തടസ്സമുള്ളത്? മുസ്ലിമിൻ്റെ ഏത് വികാരത്തെയാണ്, ഏത് മതപരമായ പ്രവർത്തനത്തെയാണ്, വിശ്വാസത്തെയാണ്, ആചാരത്തെയാണ് NDA ഗവൺമെൻറ് അതല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ചോദ്യം ചെയ്തിട്ടുള്ളത്, അസൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത്? അത് മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു. ബീഹാറിലെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു. കേരളത്തിലെ മുസ്ലിങ്ങൾ കുറേ കഴിയുമ്പോഴേ തിരിച്ചറിയും, ഇപ്പം തിരിച്ചറിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് രാജ്യത്തിന് വികസനം വേണം എന്ന് തോന്നിയ ബീഹാറിലെ മുസ്ലിങ്ങളാണ് NDAയുമായിട്ട് കൂടുതൽ അടുത്തതും. ഇത്ര വലിയൊരു മെജോറിറ്റി NDAയ്ക്ക് അവിടെ കിട്ടാൻ കാരണം മുസ്ലിങ്ങളും യാദവരും വോട്ട് NDAയ്ക്ക് ചെയ്തുകൊണ്ടാണ്. സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും ഇതിൻ്റെ പ്രതിഫലനം നാളെ കേരളത്തിൽ എങ്ങനെ വരും എന്ന് പരിശോധിച്ചാൽ ഒരു സംശയവും വേണ്ട. ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. 2026 നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇതുണ്ടാകും. ഇത് ദുർബലമാക്കുന്നത് UDFനെ ആയിരിക്കും. രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് രാജ്യവിരുദ്ധം നയിക്കുന്നൊരു പാർട്ടി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാർ, അവർ രാജ്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ 2026 ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പേരിൽ കയറി അധികാരത്തിൽ വരാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഒരുപക്ഷെ മൂന്നാമതൊരു ഊഴം LDFന് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ കൂടുതൽ വൈരാഗ്യവും വെറുപ്പും അവജ്ഞയുമാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ഏജന്റന്മാരോടും ഉള്ളതെന്ന് BD സതീശനും KC വേണുഗോപാലും അറിയുന്നത് 2026 തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസമായിരിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിയാകാനൊക്കെ ശ്രമിക്കുന്നതിന് മുമ്പ് ജയിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്ഥിതിയിലേക്കാണ് കേരള രാഷ്ട്രീയം പോകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പോടുകൂടി BJP അവരുടെ അധികാരം കേരളത്തിൽ ഉറപ്പിക്കുവാനുള്ള ആദ്യത്തെ കാൽവയ്പ് നടത്തും. തീർച്ചയായിട്ടും അതിന് തക്ക വിധത്തിലുള്ള കാര്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്നത്. മോദി ഇന്ത്യയിൽ നടത്തുന്ന വികസനത്തിൻ്റെ സത്ഫലം തീർച്ചയായിട്ടും കേരളത്തിലെ BJPക്കും ഇവിടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ 2026 നടക്കാൻ പോകുന്ന തമിഴ്നാട് തെരഞ്ഞെടുപ്പിലും ബംഗാൾ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം ആശ്വാസം നൽകുന്നതാണ്, രാഹുൽ ഗാന്ധി എന്ന രാജ്യവിരുദ്ധനെ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏജൻറ്റിനെ, ജോർജ് സോറസിൻ്റെ ബന്ധുവിനെ ബീഹാറിലെ നിരക്ഷരനായ ഗ്രാമീണൻ പോലും തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ ഉദാത്തമാക്കുന്ന ഒരു സംഭവ വികാസമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.